ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജി എസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ടൈം ബാക്സിന്റെ ഫീസ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി മുതൽ നമുക്ക് ടൈം ബാക്സ് വഴി പേയ്മെന്റ് കിട്ടാൻ നേരത്ത് ഓരോ പ്ലാറ്റ്ഫോമിനും ചെറിയ ഒരു ഫീസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോക്കകത്ത് പറയുന്നതായിരിക്കും. അതായത് വലിയ ഫീസൊന്നുമല്ല, 1% അല്ലെങ്കിൽ 1.5% ഒക്കെയാണ് ഫീസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ இந்த ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടൈം ബാക്സിൻ്റെ ഈ പുതിയ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും തന്നെ വന്നിട്ടുണ്ട്. ഫീസ് എന്ന് പറഞ്ഞ ആയിരിക്കും നമുക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ട്, അതായത് ചില പ്ലാറ്റ്ഫോമിന്, അതായത് ചില പേയ്മെൻറ്റ് മെത്തേഡിന് അവർ ചെറിയൊരു കമ്മീഷൻ ഈടാക്കുന്നുണ്ട്. അതായത് ഒരു ഫീസായിട്ട് അത് 1% to 1.5% വരെ ആയിരിക്കും അത് ഈടാക്കുന്നത്. അത് നമുക്ക് നോക്കാൻ വേണ്ടി ഇവിടെ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ സെറ്റിങ്സിനകത്ത് വന്നിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഓരോന്നിനും എത്ര ശതമാനം കട്ടാകുന്നുണ്ടോ അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കാണുന്നില്ലെങ്കിൽ അതിനകത്ത് അവിടെ അതിൻ്റെ കട്ട് ചെയ്യലെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്ന്, അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷനിൽ വന്ന ശേഷം ഇവിടെ നമുക്ക് ആദ്യമേ ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ റേസർ പേ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് എൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആഡ് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യില്ല, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനോട് തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് പേയറാണ്. പേയറിലാണെങ്കിൽ നിങ്ങൾക്ക് 1% ആണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പൈസയുടെ 1% കട്ടാകുന്നതായിരിക്കും. എന്നിട്ടായിരിക്കും പേയറിലേക്ക് വരുന്നത്. ഒരു ഫീസ് അവർ ഈടാക്കുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പേപ്പാലാണ്. പേപ്പാലിനകത്ത് അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, കട്ട് ചെയ്യണ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പേപ്പാലിനകത്ത് നേരത്തെ പോലെ തന്നെ ആയിരിക്കും. പക്ഷേ എയർ ടി എമ്മിനകത്ത് 1.5% കട്ടാവും. എയർ ടി എം ആണ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 1.5% കട്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം റേസർ പേയിലാണെങ്കിലും, അതായത് റേസർ പേയിലാണെങ്കിലും അവർ അതിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടില്ല, എത്ര എമൗണ്ട് കട്ടാവും എന്നുള്ള ആരും പറഞ്ഞിട്ടില്ല. സ്ക്രില്ലിനകത്താണെങ്കിൽ ഒറ്റ ഫീസ് പോലും കട്ടാകത്തില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എയർ ടി എമ്മിനകത്ത് തീർച്ചയായും കട്ടാവും, പേയറിനകത്തും തീർച്ചയായും കട്ടാവും. വേറെ ഒന്നും ഇതിനകത്ത് കട്ടാകും